ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മളെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്നത് പോലെയുള്ള അടിപൊളി ഒരു ഫിഷ് മസാലയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് പോവാം. ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു 3 പീസ് ഫിഷ് എടുത്തിട്ടുണ്ട്. ഇതിന് ജഷാണ് യൂസ് ചെയ്തേക്കുന്നത്. ആവോലി, ആക്കൂറ, അതുപോലെ വലിയ ഏത് മീനും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇതിലോട്ട് ഞാൻ ഒരു 2 ടീസ്പൂൺ നിറയെ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അതൊന്ന് മസാല ഒന്ന് നമ്മൾ മീനിന് പിടിക്കുന്ന രീതിയിലെത്തുന്നത് വരെ നമ്മൾ സാധാരണ പുളിവെള്ളവും അല്ലെങ്കിൽ ലൈം ജ്യൂസൊക്കെയാണ് ചേർക്കുന്നത് അല്ലേ. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം നമ്മൾ ഈ മസാലയിലധികം പുളിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഫിഷിന് ഈ വെള്ളവും ഒക്കെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലൊരു അടിപൊളി ഫിഷിന് കോട്ട് ചെയ്യുന്ന രീതിയിലുള്ള മസാലയാക്കിയിട്ട് മാറ്റി വയ്ക്കാം. നിങ്ങൾ കാണാം ഇതെങ്ങനെയാണ് ഇത് കോട്ട് ചെയ്തിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതൊരു 10 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഓയിലൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ വേണ്ടി വരും. അതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാത്രത്തിൻ്റെ താഴ്ഭാഗത്ത് മീൻ ഒട്ടിപ്പിടിക്കില്ല. ഓക്കെ, അതിന് ശേഷം എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലോട്ട് നമ്മുടെ മീനിൻ്റെ പീസസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്യാനായിട്ട്. ഒരു സൈഡ് 2 മിനിറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റത്തെ സൈഡ് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ ഒരു സൈഡ് നമുക്കൊരു 2 മിനിറ്റ് കുക്ക് ചെയ്ത് കൊടുക്കാം. ടോട്ടൽ ഒരു ബാച്ച് 4 മിനിറ്റാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. നമ്മൾ മസാലയിലിട്ടിട്ടും കുറച്ച് സമയം ഒന്ന് വേവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെന്തിട്ടില്ല എന്നുള്ള ഒരു ടെൻഷൻ വേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ മീൻ നമുക്കെടുത്ത് മാറ്റാം. എന്നിട്ട് ഈ ഒരു സെയിം ഓയിലാണ് നമ്മളിനി മസാല ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ മീനിൻ്റെ കുറച്ച് ആ ഒരു കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ആ ഒരു മസാലയുടെ പൊടികൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഓയിലൊന്നൊരു പാത്രത്തിലോട്ട് മാറ്റി താഴെ ഭാഗത്തുള്ള ആ ബ്രൗൺ ബിറ്റ്സൊക്കെ ഉണ്ടല്ലോ അത് നമ്മൾ ടിഷ്യൂ വെച്ചിട്ട് മാറ്റി നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രേവിയിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഞാൻ എല്ലാ ഉള്ളിയും പച്ചമുളകും ഒക്കെ കൂടെ ഒന്നിച്ചെടുത്തൊന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മീഡിയം സൈസുള്ള സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചേർക്കാം. വലിയതായതുകൊണ്ടാണ് ഇത്ര, ചെറുതാണെങ്കിൽ ഒരു 5-8 എണ്ണം ചേർത്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, നമ്മുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 5-6 എണ്ണം ചേർത്തിട്ടുണ്ട്, കുറച്ചും കൂടി നല്ല സ്പൈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും നമുക്കിതിന് വേണ്ടേ. ജസ്റ്റ് ഒന്ന് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ എല്ലാന്നുണ്ടെങ്കിൽ എല്ലാം വളരെ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചാലും മതിയാവും. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള തക്കാളി റെഡിയാക്കണം. ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള തക്കാളി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്ത് ജസ്റ്റ് 1 മിനിറ്റ് മൈക്രോവേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ നന്നായിട്ട് ചെറിയതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചാൽ മതിയാവും. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ മീൻ ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഓയിലും അതിൻ്റെ കൂടെ കുറച്ചുകൂടെ ഓയിൽ ചേർത്തിട്ടുണ്ട്. ഇത് നമ്മൾ കറി റെഡിയായി കഴിയുമ്പോഴേക്കും അതിൻ്റെ ഓയിലൊന്ന് തെളിഞ്ഞ് വരും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കോരി മാറ്റാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സവാള ഇത്രയും കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒന്നിച്ചാണ് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. സോ നമ്മളെല്ലാം കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ആ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ചായി നല്ല സോഫ്റ്റായിട്ട് അനിയൻസ് മാറുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കേണ്ടതുണ്ട്. നമ്മൾ ആ ഒരു മസാല അല്ലെങ്കിൽ ആ ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിൽ ഉള്ളത് കൊണ്ട് തന്നെ അനിയൻസിൻ്റെ ഒക്കെ കളർ നല്ലതായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഫിഷിൻ്റെ ഫ്ലേവർ നന്നായിട്ട് കറിയിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു തക്കാളിയുടെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ചോപ്പ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള തക്കാളി ആണെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ കുറച്ചും കൂടി അധികം സമയം നമ്മൾ കുക്ക് ചെയ്യേണ്ടി വരും ആ ഒരു തക്കാളി മുഴുവനായിട്ട് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ തക്കാളി വേവിച്ചുകൊണ്ട് ഈ സ്റ്റേജിൽ എളുപ്പത്തിൽ തന്നെ ഒക്കെ ഓയിലൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഓരോ മസാലകളായിട്ട് നമുക്ക് ചേർക്കാം. ഇതിനായിട്ട് 1 ടീസ്പൂണോളം ഞാൻ ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള പെപ്പർ പൗഡറും ചേർത്തിട്ടുണ്ട്. ഈ 2 കാര്യങ്ങൾ നമ്മുടെ എരിവിനനുസരിച്ച് മാത്രം ചേർക്കുക. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, ആ ഒരു മസാലയുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ. ഓക്കെ, നെക്സ്റ്റായിട്ട് നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോഴാണ് അതിന് ശേഷമാണ് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മുളക് പൊടി കരിയാണ്ടിരിക്കാനും ആ മുളകിൻ്റെ കുത്തൽ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിരിക്കും. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് മാത്രം നമ്മളിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 2 മുതൽ 2.5 ടീസ്പൂൺ വരെ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കറിക്ക് നല്ല അടിപൊളി കളറ് കിട്ടും. പിന്നെ ഈ മുളക് പൊടിയുടെ അളവും കുറച്ചൊന്ന് കുറയ്ക്കണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് കൊടുക്കാം. കാരണം സ്പൈസിനെസ് എത്രമാത്രം നമ്മൾക്ക് വേണോ എന്നുള്ളതിനനുസരിച്ച് ഈ മുളകുകളുടെ അളവിൽ ചേഞ്ചസ് വരുത്താം. അപ്പോൾ ഇതൊക്കെ കൂടി ഞാൻ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ചെറിയ ഫ്ലെയിമിലിട്ട് നമ്മളിതിനെ കുക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഇതിനൊന്ന് കവർ ചെയ്ത് ഒരു 5 മിനിറ്റ് നമുക്കിതിനെ മാറ്റി വയ്ക്കാം. അതിനിടയ്ക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം, കാരണം അല്ലെങ്കിൽ താഴെ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
നിങ്ങൾക്ക് വീട്ടിൽ കാണാൻ നമ്മുടെ മസാല നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം ഒരു 1.5 കപ്പോളം വെള്ളം അല്ലെങ്കിൽ ഒരു 300 ml വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു 200 ml കപ്പാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഷെസ്വാൻ ചട്നി യൂസ് ചെയ്യുന്നുണ്ട്. അത് 1.5 ടേബിൾ സ്പൂൺ യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ് യൂസ് ചെയ്യുന്നത്. വീട്ടിലുണ്ടാക്കിയതായാലും യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെ കൂടെ ചേർത്ത് ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്രയും സമയം നമ്മളിതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1-2 പിഞ്ച് പഞ്ചസാരയും കൂടെ ചേർക്കാം, ആ ഒരു ഫ്ലേവർ ബാലൻസ് ചെയ്യാനായിട്ട്. ഇനി ഇതിനെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് നമ്മളൊരു 10 മിനിറ്റ് സിമ്മർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി ആ ഫ്ലേവറൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമ്മളൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ഈ എണ്ണ വേണമെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് കോരി മാറ്റാം. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ മീൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളത് കൂടെ ചേർത്ത് കൊടുക്കാം. ഈ മസാല മീനിൻ്റെ മുകളിലായിട്ട് ചെറുതായിട്ടൊന്ന് തൂവി കൊടുക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് 1-2 തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ കസൂരി മേത്തി ചെറുതായിട്ടൊന്ന് കൈവച്ച് പൊടിച്ചു കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല, പിന്നെ ഒരു ചെറിയ ബഞ്ച് മല്ലിയില. ഇത്രയും കാര്യങ്ങൾ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ഈ ഒരു മീനിനെ ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കാം. ആ 2 സൈഡിൽ നന്നായിട്ടൊന്ന് മസാല പിടിക്കട്ടെ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. ഈ കറി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് അടച്ച് വെക്കാം ഒരു 10 മിനിറ്റ്. അപ്പോഴേക്കും നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് മസാല റെഡി ആയിട്ടുണ്ടാവും.